ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് ഒരു വിഷയം നിങ്ങൾക്കറിയാം. നമ്മളിന്ന് ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് നമുക്ക് നോക്കാം. It is an artificial language designed to communicate instructions to a machine, particularly a computer. അതൊരു ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ആണ്. ഹ്യൂമൻ ബീയിങ്സ് ക്രിയേറ്റ് ചെയ്യുന്നൊരു ആർട്ടിഫിഷ്യൽ ലാംഗ്വേജ് ആണ്. കമ്പ്യൂട്ടറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലാംഗ്വേജ്. നമുക്കറിയാം, കമ്പ്യൂട്ടർ എന്നുള്ളൊരു ഹാർഡ്വെയർ ഡിവൈസാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയറുകൾ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമുക്ക് ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് പ്രോഗ്രാം എന്ന് പറഞ്ഞിരുന്നു. പ്രോഗ്രാമുകളാണ് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക്. ആ പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ. അപ്പോൾ അത് തീർച്ചയായിട്ടും മെഷീന് റീഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇൻസ്ട്രക്ഷൻസുകളായിരിക്കും. മെഷീൻ ഉദ്ദേശിക്കുന്നത് മേ ബി കമ്പ്യൂട്ടർ ആവാം, മൊബൈൽ ഫോൺ ആവാം, നിങ്ങളെ വാഷിംഗ് മെഷീൻ ആവാം, മറ്റു ഏതെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസുകളാവാം. അപ്പോൾ മെഷീൻ റീഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസുകളാണ് പ്രോഗ്രാമുകൾ. ആ പ്രോഗ്രാമുകൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ. ഏതൊരു ലാംഗ്വേജ് ആണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ഒരു ഫോർമാറ്റ്, ഒരു ഗ്രാമർ ഉണ്ടാവും അല്ലേ. ഒരു ഫോർമാറ്റിൽ ഗ്രാമർ ഉണ്ടാവും. നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾക്കും അതേ രൂപത്തിൽ കുറച്ച് ഒരു ഫോർമാറ്റ് ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് പ്രോഗ്രാംസ് ദാറ്റ് കൺട്രോൾ ദ ബിഹേവിയർ ഓഫ് എ മെഷീൻ ആൻഡ് ഓർ ടു എക്സ്പ്രസ് അൽഗോരിതം പ്രിസൈസ്ലി. അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ടാസ്കുകളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതുന്നതിന് നമ്മളെന്ത് പറയുക, അൽഗോരിതംസ് എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്ക് ടീ ഉണ്ടാക്കണമെങ്കിൽ അതിനൊരു അൽഗോരിതം ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് വാട്ടർ എടുക്കണം, അതുപോലെ തന്നെ പഞ്ചസാര, അതുപോലെ തന്നെ ആവശ്യമായിട്ടുള്ള ടീ പൗഡർ എല്ലാം നമുക്ക് വേണം. അപ്പോൾ ഓരോന്നും ആദ്യം എന്ത് ചെയ്യണം, അത് അതിന് ശേഷം അടുത്ത എന്ത് ചെയ്യണം, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ടാസ്കുകളെ എഴുതുന്നതിനാണ് നമ്മളെന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുന്നത് നമ്മളെന്താ പറയുക, അൽഗോരിതം എന്ന് പറയാം. അപ്പോൾ നമുക്ക് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഗ്രാം മീൻസ് നമുക്ക് ചെയ്യാനുള്ള ടാസ്ക് ഒരു അൽഗോരിതത്തിൽ നമ്മൾ ആദ്യം എഴുതിയിട്ടുണ്ടാവും. എന്തെല്ലാം സ്റ്റെപ്പുകളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ അൽഗോരിതം എഴുതി വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ നേരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രോഗ്രാം ലാംഗ്വേജുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോഗ്രാമുകളാക്കി മാറ്റുകയാണ് ചെയ്യുക. Thousands of different programming languages have been created, mainly in the computer field, with many more being created every year. നമുക്കൊരു ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ ഓരോ വർഷവും പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ അറിയാവും അല്ലേ. പേരെങ്കിലും കേട്ടിട്ടാണ് മിനിമം നിങ്ങൾ. ഓക്കെ, ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് is usually split into two components of first one syntax, second one semantics. ഒരു പ്രോഗ്രാം ലാംഗ്വേജിന് മെയിനായിട്ട് നമ്മൾ രണ്ട് പാർട്ടായിട്ട് തിരിക്കും. ഒന്ന് ഇതിൻ്റെ സിൻടാക്സ് ആണ്, മറ്റൊന്നതിൻ്റെ സെമാൻറ്റിക്സ് ആണ്. സിൻടാക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓർഡർ. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജാണ് ഉദ്ദേശിക്കുക. ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മളൊരു സെൻറ്റൻസ് പറയുന്നതിനൊരു ഓർഡർ ഉണ്ട് അല്ലേ. ഐ ആം ഗോയിങ് ടു കാലിക്കറ്റ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ അതിനൊരു ഓർഡർ ഉണ്ട്, അതാണ് അതിൻ്റെ സിൻടാക്സ്. ഐ ആം കാലിക്കറ്റ് ഗോയിങ് ടു എന്നും നമ്മൾ പറയില്ലല്ലോ. അപ്പോൾ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതാനുള്ള ആ ഓർഡറിനെ നമ്മളെന്ത് പറയുക, സിൻടാക്സ് എന്ന് പറയാം. ആ സിൻടാക്സിൽ മിസ്സിങ് ഉണ്ടെങ്കിൽ പ്രോഗ്രാമിന് കമ്പൈൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രോഗ്രാമിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, the syntax of language describes the possible combinations of symbols that from syntactically correct program. അപ്പോൾ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ പ്രോഗ്രാം എഴുതാനുള്ളൊരു ഗ്രാമറാണ്. അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കട്ടോ. കോഡിംഗ് സ്കീം യൂസ്ഡ് ടു റൈറ്റ് ബോത്ത് സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. സിസ്റ്റം സോഫ്റ്റ്വെയർ ആണെങ്കിലും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണെങ്കിലും നമുക്ക് എന്തൊരു കോഡിംഗ് സ്കീം ഉണ്ടാവും, ഇന്ന രൂപത്തിൽ കോഡ് ചെയ്യണം എന്നുള്ളൊരു സ്കീം ഉണ്ടാവും. Functions is to provide instructions, algorithms that our computer system can understand so that it can perform processing activity. എക്സിക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുള്ള പ്രോഗ്രാമുകളെ വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് എന്ന് പറയാം.
അപ്പോൾ പ്രോഗ്രാം ലാംഗ്വേജിൽ നമ്മൾ പ്രോഗ്രാം എഴുതിയിട്ടുണ്ടാവും. ആ പ്രോഗ്രാം എഴുതിയിട്ടുള്ള അതിന് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കണം. അപ്പോൾ അതിന് എക്സിക്യൂട്ട്. ഇപ്പോൾ നമുക്കൊരു വീഡിയോ ആണെങ്കിൽ ആ വീഡിയോ നമ്മൾ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ച് നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യണം, അത് വീഡിയോ പ്ലേ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ വെച്ച് നമ്മൾ പ്ലേ ചെയ്യിപ്പിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാൻ പറ്റും. അതേ രൂപത്തിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതാൻ ആവശ്യമായ സോഫ്റ്റ്വെയർ തുറന്നിട്ട് അതിനകത്ത് പ്രോഗ്രാമിംഗ് നമ്മൾ എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ പ്ലേ ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കും. മനസ്സിലായി? അപ്പോഴാണ് ആ പ്രോഗ്രാം വർക്ക് ചെയ്യുക. വെറൈറ്റി ഓഫ് ലാംഗ്വേജസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ബേസിക് അല്ലേ, കോബോൾ, C++, C#, ജാവ, പൈത്തൺ അല്ലേ. അപ്പോൾ ഈ ലാംഗ്വേജുകളൊക്കെ എഴുതാൻ ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. അതിൽ നമ്മൾ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ എഴുതും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ എക്സിക്യൂട്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ എക്സിക്യൂട്ടിൽ റൺ എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനെ പ്രോഗ്രാം വർക്ക് ചെയ്യും. ഓക്കെ, ദെൻ എന്താണ് പ്രോഗ്രാം എന്നുള്ളത് അല്ലേ? എ സെറ്റ് ഓഫ് അൽഗോരിതംസ് റിട്ടൺ യൂസിങ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് മസ്റ്റ് ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു സംതിങ് ദി കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അതായത് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പറയുന്ന പേരാണ് സോഴ്സ് കോഡ്. നമ്മൾ എഴുതിയിട്ടുള്ള കോഡിനെ പറയുന്ന പേരാണ് സോഴ്സ് കോഡ്. ഇപ്പോൾ ജാവൻ്റെ സോഴ്സ് കോഡ് ഉണ്ടാവും, സീൻ്റെ സോഴ്സ് കോഡ് ഉണ്ടാവും. ആ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകേണ്ടത്, ജാവൻ്റെ സോഴ്സ് കോഡ് എന്നാൽ ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എഴുതിയിട്ടുള്ളൊരു പ്രോഗ്രാമിൻ്റെ കോഡാണ് അതിൻ്റെ സോഴ്സ് കോഡ് എന്നുള്ളത്. ഇപ്പോൾ പൈത്തൻ്റെ സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് പൈത്തൻ്റെ സോഴ്സ് കോഡ്. അപ്പോൾ അത് നമുക്ക് ആവശ്യമെങ്കിൽ മാത്രമേ മനസ്സിലാവുള്ളൂ, കമ്പ്യൂട്ടറിന് മനസ്സിലായിക്കൊള്ളുന്നില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാവണം എന്ത് ചെയ്യണം, കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജിലേക്ക് ഇതിനെ മാറ്റണം. 0101 അതിനെ ബൈനറി ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം. അതാണ് മസ്റ്റ് ബി ട്രാൻസ്ലേറ്റഡ് ടു സംതിങ് ദി കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രൂപത്തിലേക്ക് നമ്മളിതിനെ മാറ്റണം. അതിന് നമ്മൾ എന്താ പറയുക, എക്സിക്യൂട്ട് ചെയ്യുമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഗ്രാം വർക്ക് ചെയ്യുള്ളൂ. നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുന്ന കാര്യം പറഞ്ഞില്ലേ, അതേമാതിരി നമ്മുടെ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്താൽ എന്ത് ചെയ്യും, ആ പ്രോഗ്രാം വർക്ക് ചെയ്യും. ഓക്കെ, ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററുകളുണ്ട്. ഞാൻ പറഞ്ഞു എന്ത്, സോഴ്സ് കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുള്ള കോഡുകളാണ്. അതിലെന്ത് ചെയ്യണം, വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ ഒബ്ജക്റ്റ് കോഡ് അല്ലെങ്കിൽ മെഷീൻ കോഡിലേക്ക് മാറ്റണം. ഓക്കെ, അതാ പറഞ്ഞത് സിസ്റ്റം സോഫ്റ്റ്വെയർ ദാറ്റ് കൺവേർട്സ് എ പ്രോഗ്രാമർ സോഴ്സ് കോഡ് ഇൻ ടു ഇറ്റ്സ് ഇക്വലൻറ്റ് ഇൻ മെഷീൻ ലാംഗ്വേജ്. നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലേ, നമ്മൾ സിസ്റ്റം സോഫ്റ്റ്വെയർ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സോഴ്സ് കോഡുകളെ ഇക്വലൻറ്റ് മെഷീൻ ലാംഗ്വേജിലേക്ക്, ഒബ്ജക്റ്റ് കോഡ് എന്ന മെഷീൻ ലാംഗ്വേജിൽ പറയാം, മെഷീൻ ലാംഗ്വേജിലേക്ക് 0101 കൺവേർട്ട് ചെയ്യുന്നത്. ആ കൺവേർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മളിതിൻ്റെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകൾ, എറേഴ്സ് ഉണ്ടോ നോക്കുക, അതായത് ഇതിൻ്റെ സിൻടാക്സ് എറേഴ്സ് ഉണ്ടോ നോക്കുക. മനസ്സിലായി? ഈ സോഴ്സ് കോഡിനെ നേരിട്ട് നമുക്ക് ഇപ്പോൾ അമയം കമ്മിറ്റ് കാലിക്കറ്റ് എന്നുള്ളതിനെ നേരിട്ട് നമ്മൾ മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ അത് നമ്മൾ നോക്കും എന്താണ് എഴുതിയിട്ടുള്ളത്. അതേ രൂപത്തിൽ ഈ പ്രോഗ്രാം ലാംഗ്വേജിൻ്റെ സോഴ്സ് കോഡ് മെഷീൻ കോഡിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ ഗ്രാമാറ്റിക് അല്ലെങ്കിൽ സിൻടാക്സ് കറക്റ്റാണെന്ന് ചെക്ക് ചെയ്യും. സിൻടാക്സ് എറേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അത് ഓക്കെ ആണെങ്കിൽ, ശരിക്കും കറക്റ്റ് ആണെങ്കിൽ അതിനെ നേരെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റും. ആ പ്രോഗ്രാം വർക്ക് ചെയ്യും. മാറ്റാൻ പറ്റുന്നില്ലെങ്കിൽ എറേഴ്സ് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ സിൻടാക്സ് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ വീണ്ടും അതിനെ ഒബ്ജക്റ്റ് കോഡിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിയിട്ട് പ്രോഗ്രാം വർക്ക് ചെയ്യും. പ്രൊവൈഡിങ് ഡയഗ്നോസ്റ്റിക് മെസ്സേജസ് wherever the programmers violate specification of the high level language program. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമുകളെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്കുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, നേരെ അതിനെ ഒബ്ജക്റ്റ് കോഡിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റും. ഈ ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററുകൾ മെയിനായിട്ട് 2 തരത്തിലാണുള്ളത്. ഒന്ന് കമ്പൈലറും മറ്റൊന്ന് ഇൻ്റർപ്രറ്ററും. എന്താണ് കമ്പൈലർ നോക്കാം. എ കമ്പൈലർ ഈസ് എ ട്രാൻസ്ലേറ്റർ which is used to convert programs in high level language to low level language. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാണ് ഹൈ ലെവൽ ലാംഗ്വേജുകൾ. ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മെഷീൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജ്, അതായത് നമ്മുടെ മെഷീൻ ലാംഗ്വേജ്, ഒബ്ജക്റ്റ് കോഡ്, ഇതാണ് നമ്മുടെ ലോ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ കമ്പയർ ചെയ്യുന്നത് എന്താണ്, യൂസ് ടു കൺവേർട്ട് പ്രോഗ്രാംസ് ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവലിൽ ഉപയോഗിക്കുന്ന, നമ്മൾ സാധാരണ നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുന്ന സി, അതുപോലെ തന്നെ ജാവ, ബേസിക്, പൈത്തൺ അല്ലേ, C# രൂപത്തിലുള്ള ലാംഗ്വേജുകളെ ഒബ്ജക്റ്റ് കോഡിലേക്ക്
അതായത് 0101 അതായത് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാംസുകളാണ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയറാണ് നമ്മുടെ കമ്പൈലർ. ഓക്കെ, ഇറ്റ് ട്രാൻസ്ലേറ്റ് ദ എൻറ്റയർ പ്രോഗ്രാം ആൻഡ് ആൾസോ റിപ്പോർട്ട്സ് ദ എറേഴ്സ് ഇൻ സോഴ്സ് പ്രോഗ്രാം എൻകോഡഡ് ഡ്യൂറിങ് ദി ട്രാൻസ്ലേഷൻ. ഈ കമ്പൈലറും ഇൻ്റർപ്രറ്ററും നമ്മളെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് എൻറ്റയർ പ്രോഗ്രാംസിനെ, ഇപ്പം നമ്മുടെ പ്രോഗ്രാം 100 ലൈൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ആ 100 ലൈൻസിനെയും അറ്റ് എ ടൈമിൽ തന്നെ സോഴ്സ് കോഡ്, നമ്മളെ സോഴ്സ് കോഡിനെ ഒബ്ജക്റ്റ് കോഡിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ 100 ലൈൻസ് നമ്മുടെ പ്രോഗ്രാം ഉണ്ട് അല്ലെങ്കിൽ സോഴ്സ് കോഡുണ്ട്. ആ സോഴ്സ് കോഡിനെ അറ്റ് എ ടൈമിൽ തന്നെ എന്ത് ചെയ്യും, ഒറ്റ സമയത്ത് തന്നെ ഒബ്ജക്റ്റ് കോഡിലേക്ക് അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും, സ്വാഭാവികമായിട്ടും സിൻടാക്സ് എറേഴ്സ് ഉണ്ടാവാം അല്ലേ, ഏതെങ്കിലും ഗ്രാമറിലൊക്കെ അല്ലെങ്കിൽ ഓർഡറിലൊക്കെ ഡിസോർഡർ ഉണ്ടാവാം. അപ്പോൾ എന്ത് ചെയ്യും, ഫസ്റ്റ് ലൈനിൽ മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ 5th ലൈനിൽ മിസ്റ്റേക്ക് ഉണ്ട്, 25th ലൈനിൽ മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെ ഓരോ ലൈനിൽ മിസ്റ്റേക്ക് ഉള്ളതൊക്കെ സിൻടാക്സ് എറേഴ്സ് ഉള്ളതൊക്കെ ഫുള്ള് കമ്പൈലർ റിപ്പോർട്ട് ചെയ്യും. ലൈനിൻ്റെ നമ്പർ വെച്ചിട്ട് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ട്രാൻസ്ലേറ്റർ ചെയ്യുന്നത് നമ്മൾ എൻ്റയർ പ്രോഗ്രാമിനെ അറ്റ് എ ടൈമിൽ തന്നെ നമ്മൾ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. ആ സമയത്ത് വരുന്ന എറേഴ്സ് നമുക്ക് റിപ്പോർട്ട് ചെയ്യും. നമ്മുടെ ഇമേജ് നോക്കൂ, അതിനകത്ത് സോഴ്സ് പ്രോഗ്രാം ഡയറക്റ്റ് കമ്പൈലറിലേക്ക് പോകുന്നു. കമ്പൈലറിന് അതേ രൂപത്തിൽ തന്നെ ടാർഗറ്റ് പ്രോഗ്രാം അതെങ്കിൽ നമ്മുടെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. ആ സമയത്ത് വരുന്ന എറേഴ്സുകളെല്ലാം നമ്മൾ കമ്പൈലർ റിപ്പോർട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു ഫസ്റ്റ് പ്രോഗ്രാമിൽ 25th ലൈനിൽ അല്ലെങ്കിൽ എന്താ പറയുക 15th ലൈനിൽ എനിക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ആ ലൈനിൽ പോയത് കറക്റ്റ് ചെയ്യുന്നു, വീണ്ടും നമ്മൾ റൺ ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ കമ്പൈലർ ഇതിനെ മൊത്തം ആ ടോട്ടൽ പ്രോഗ്രാം വീണ്ടും മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. അപ്പോൾ വീണ്ടും ചെക്ക് ചെയ്യുന്നു എവിടെയെങ്കിലും സിൻടാക്സ് എറേഴ്സ് ഉണ്ടോ നോക്കുന്നു. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നേരെ അതിനെ മെഷീൻ ലാംഗ്വേജിൽ മാക്കിയിട്ട് പ്രോഗ്രാം വർക്ക് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ മനസ്സിലാക്കേണ്ടത് കമ്പൈലർ ചെയ്യുന്നത് എൻ്റയർ പ്രോഗ്രാമിന് അറ്റ് എ ടൈമിൽ തന്നെ മെഷീൻ കോഡിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻ്റർപ്രറ്റർ. എന്താണ് ഇൻ്റർപ്രറ്റർ ചെയ്യുന്നത്? is a translator which is used to convert programs in high level language to low level language. അല്ലേ, നമ്മൾ കമ്പൈലർ ചെയ്യുന്ന അതേ ഡ്യൂട്ടി തന്നെയാണ് ആരും ചെയ്യുന്നത്, ഇൻ്റർപ്രറ്ററും ചെയ്യുന്നത്. കമ്പൈലർ നമ്മളെ ഹൈ ലെവൽ ലാംഗ്വേജുകളെ, പ്രോഗ്രാം ലാംഗ്വേജുകളെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. ഇൻ്റർപ്രറ്ററും ചെയ്യുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ഇൻ്റർപ്രറ്റർ ട്രാൻസ്ലേറ്റ് ലൈൻ ബൈ ലൈൻ ആൻഡ് റിപ്പോർട്ട്സ് ദ എറേഴ്സ് വൺസ് ഇറ്റ് എൻകൗണ്ടർഡ് ഡ്യൂറിങ് ദി ട്രാൻസ്ലേഷൻ പ്രോസസ്സ്. ഇൻ്റർപ്രറ്റർ ചെയ്യുന്നത് 100 ലൈൻസ് നമ്മൾ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ലൈനെ മെഷീൻ കോഡിലേക്ക് മാറ്റും. അവിടെ മിസ്റ്റേക്ക് ഉണ്ടോ നോക്കും, ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് അടുത്ത ലൈന് നോക്കുള്ളൂ. 100 ലൈൻസിനെയും അറ്റ് എ ടൈമിൽ നമ്മുടെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നില്ല, ഒരു ലൈനിൽ മാറ്റുന്നു. അപ്പോൾ അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് അടുത്ത ലൈൻ എടുക്കുന്നു. അത് ഓക്കെ ആണെങ്കിൽ സെക്കൻഡ് ലൈൻ എടുക്കും, അത് ഓക്കെ ആണെങ്കിൽ തേർഡ് ലൈൻ എടുക്കും, അത് ഓക്കെ ആണെങ്കിൽ 4th ലൈൻ എടുക്കും. അവിടെ പ്രോബ്ലം വരികയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് 5th ലൈൻ എടുക്കുള്ളൂ. മനസ്സിലായോ? അപ്പോൾ എന്ത് വരും അങ്ങനെ ആകുമ്പോൾ? ടൈം കൺസ്യൂമിങ് വരും. 100 ലൈൻസും റീഡ് ചെയ്യാൻ സമയമെടുക്കും. പക്ഷേ കമ്പൈലർ ചെയ്യുന്ന അറ്റ് എ ടൈമിൽ ഫുള്ളും കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ പ്രോഗ്രാമിൽ മൊത്തം ടോട്ടലി എവിടെയൊക്കെ പ്രോബ്ലംസ് ഉണ്ട് അവിടെയൊക്കെ നമുക്ക് ഒറ്റയടിക്ക് തന്നെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, വീണ്ടും എക്സിക്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോഗ്രാം റൺ ചെയ്യിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് ഔട്ട്പുട്ട് കിട്ടും. Interpreter translates line by line and reports the errors once it encountered during the translation process. To directly execute the operations specified in the source program when the input is given by the user. It gives better error diagnosis than a compiler. ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് കൂടുതൽ നമുക്ക് എറേഴ്സുകൾ സ്പീഡായിട്ട് നമുക്ക് റിക്കവർ ചെയ്യാനും ഔട്ട്പുട്ട് പെട്ടെന്ന് കിട്ടാനും നമുക്ക് എന്ത് ഉപകാരപ്പെടും? നമ്മൾ കമ്പൈലറാണ് ബെറ്റർ ഇതിനെ അപേക്ഷിച്ചിട്ട്, ഇൻ്റർപ്രറ്ററെ അപേക്ഷിച്ചിട്ട്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ പ്രോഗ്രാം ലാംഗ്വേജിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഓക്കെ, താങ്ക് യു.